ക്വസ്റ്റ്യൻ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് ആണ്, കുറച്ചധികം ശ്രദ്ധിക്കേണ്ട ക്വസ്റ്റ്യൻ ആണ്. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ, ഇത് ഒരു മോഡൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, പാർട്ട് ബി സെക്ഷനിൽ വന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇവിടെ നോക്ക്, സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് ഈക്വൽ ടു. അപ്പം സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് ആർക്കും അറിയാവുന്ന റിസൾട്ട് ആണ്, എന്താണ്? 1 ആണ്. സോ അത് നമുക്ക് സിമ്പിൾ ആയിട്ട് ആൻസർ കിട്ടി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, അടുത്തതാണ് ഞാൻ എപ്പോഴും പറയുന്നത്, സ്ഥിരമായിട്ട് എല്ലാ പരീക്ഷയ്ക്കും തന്നെ ചോദിക്കുന്ന ഒരു മോഡൽ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇവിടെ നോക്കി ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. ഇവിടെ സൈൻ എക്സ് എന്ന് പറയുന്നത് 3/5 തന്നിട്ടുണ്ട്, എക്സ് എന്ന് പറയുന്നത് സെക്കൻഡ് ക്വാഡ്രന്റിലാണ് കിടക്കുന്നത്. അപ്പോൾ ഇവിടെ സെക്കൻഡ് ക്വാഡ്രന്റ് ഞാനൊരു കോഡ് പറഞ്ഞിരുന്നു, ഓൾ സ്റ്റുഡൻസ് ടേക്ക് കോഫി. അപ്പോൾ സെക്കൻഡ് ക്വാഡ്രന്റ് എന്ന് പറയുമ്പം എസ് സൈനും കൊസീക്കും പോസിറ്റീവ്, ബാക്കി എല്ലാം നെഗറ്റീവ് അല്ലേ. അപ്പം അവിടെ നമുക്ക് സൈൻ എക്സ് ഈസ് ഈക്വൽ ടു 3/5 തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ബാക്കിയുള്ള 5 ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് അല്ല, പകരം ഇവിടെ കോസ് എക്സ് കണ്ടുപിടിക്കണം, സൈൻ 2x കണ്ടുപിടിക്കണം, ടാൻ എക്സ് കണ്ടുപിടിക്കണം. ഇനി നമ്മളോട് ബാക്കി 5 ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് കണ്ടുപിടിക്കാനായിട്ട് പറയും. അപ്പം ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻ നിങ്ങൾ ശ്രദ്ധിച്ച്, ഇത് എന്തായാലും ഒരാൾ പോലും പഠിക്കാതെ പോകരുത് കേട്ടോ. അപ്പോൾ ഇവിടെ സൈൻ എക്സ് ഈസ് ഈക്വൽ ടു 3/5 തന്നിട്ടുണ്ട്. അപ്പം നമുക്കിത് ട്രയാങ്കിൾ മെത്തേഡിൽ നമുക്ക് ഇത് സോൾവ് ചെയ്യാം. അപ്പം ഞാൻ പെട്ടെന്ന് ഒരു റൈറ്റ് ട്രയാങ്കിൾ വരച്ചു. ഇനി റൈറ്റ് ട്രയാങ്കിൾ സൈൻ എക്സ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടേനസ്. അപ്പം ഞാനിവിടെ എ ബി സി മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഹൈപ്പോട്ടേനസ് എന്താണ്? 5 ആണ്. ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടേനസിൽ അപ്പം ഹൈപ്പോട്ടേനസിന്റെ ലെങ്ത് എത്രയാണ്? 5. അടുത്തത് ഓപ്പോസിറ്റ്, ഈ ഒരു ആംഗിളാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നതെന്ന് വിചാരിക്കുക. എക്സ് എന്ന് പറയുന്നത് ഈ ഒരു ആംഗിൾ. അപ്പോൾ ഇവിടെ ഓപ്പോസിറ്റ് ഏതാണ്? എ സി എന്ന് പറയുന്ന സൈഡാണ്. സോ 3 എഴുതി. അപ്പോൾ നമുക്ക് പൈതഗോറസ് തിയറം വെച്ചിട്ട് എ ബി കണ്ടുപിടിക്കാൻ പറ്റും. എ ബി ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ വരും? റൂട്ട് ഓഫ് 5 സ്ക്വയർ മൈനസ് 3 സ്ക്വയർ അല്ലേ. അഡ്ജസൻറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഹൈപ്പോട്ടേനസ് സ്ക്വയർ മൈനസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ കിട്ടും? റൂട്ട് 25 മൈനസ് 9 എത്ര കിട്ടും? റൂട്ട് 16 ഈസ് ഈക്വൽ ടു 4 കിട്ടും അല്ലേ. റൂട്ട് 16 ഈസ് ഈക്വൽ ടു 4. അടുത്തത് ഇനി എന്താ നമ്മൾ ചെയ്യുന്നത്? ഇത് എത്ര കിട്ടി? നമുക്ക് 4 കിട്ടി. അപ്പോൾ നമുക്കിത് സിമ്പിളായിട്ട് കോസ് എക്സ് കണ്ടുപിടിക്കാം അല്ലേ. കോസ് എക്സിൻ്റെ ആൻസർ കോസ് എക്സ് ഈസ് ഈക്വൽ ടു എന്ത് വരും? കോസ് എക്സ് ഈസ് ഈക്വൽ ടു അഡ്ജസൻറ്റ് ബൈ അഡ്ജസൻറ്റ് ഓഫ് എക്സ്, എക്സിനെ അഡ്ജസൻറ്റ് ആയി സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടേനസ് അല്ലേ. അഡ്ജസൻറ്റിൻ്റെ ലെങ്ത് നമുക്ക് ഇപ്പോൾ എത്ര കിട്ടിയിട്ടുണ്ട്? 4 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എത്ര വരും? 4 ബൈ ഹൈപ്പോട്ടേനസ് എത്രയാണ്? 5. 4/5 നമുക്ക് ആൻസർ ആയി. ഇനി അടുത്തത് സൈൻ 2x ആണ്. അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. സൈൻ 2xന്റെ റിസൾട്ട് നിങ്ങൾ പഠിച്ചത് നിങ്ങൾ മറന്നു പോയാൽ പോലും നിങ്ങളുടെ കയ്യിൽ ക്ലാസ് ടേബിൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ആൻസർ കണ്ടുപിടിക്കാം. സൈൻ 2x ഈസ് ഈക്വൽ ടു റിസൾട്ട് എന്താണ്? 2 sin x cos x ആണ് അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് സൈൻ എക്സിൻ്റെയും കോസ് എക്സിൻ്റെയും വാല്യൂ കിട്ടിയിട്ടുണ്ട്, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സൈൻ എക്സ് എത്ര തന്നിട്ടുണ്ട്? 3/5 തന്നിട്ടുണ്ട്. അപ്പോൾ 2 × 3/5 × 4/5 നമുക്ക് എത്ര വരും? 2 × 3 6, 6 × 4 24, 24/25 അല്ലേ. 5 × 5 25, 24/25 കിട്ടും. സോ സൈൻ 2x ആയി. ഇനി ടാൻ എക്സ് കണ്ടുപിടിക്കണം. ടാൻ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാൻ എക്സ് ഈസ് ഈക്വൽ ടു നമുക്കറിയാം സൈൻ എക്സ് ബൈ കോസ് എക്സ്. സൈൻ എക്സിൻ്റെ വാല്യൂ എത്രയാണ്? സൈൻ എക്സ് ഈസ് ഈക്വൽ ടു 3/5 ആണ്. 3/5 ഡിവൈഡഡ് ബൈ 4/5 അല്ലേ. നമുക്ക് എത്ര വരും? 3/5 × 5/4. നമുക്ക് ആൻസർ എത്രയായി? 3/4. ഇവിടെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം, എക്സ് സെക്കൻഡ് ക്വാഡ്രന്റിലാണ് കിടക്കുന്നത്. സെക്കൻഡ് ക്വാഡ്രന്റിൽ എക്സ് കിടക്കുന്നെങ്കിൽ സൈൻ എക്സും കൊസീക് എക്സും മാത്രമേ പോസിറ്റീവ് ആകുള്ളൂ, ബാക്കി എല്ലാം നെഗറ്റീവ് ആണ് അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ കോസ് എക്സിൻ്റെ വാല്യൂ -4/5 ആയിരിക്കണം. മീൻസ് 4/5 നമ്മൾ ചെയ്ത് നോക്കുമ്പോൾ കിട്ടും. അത് കഴിഞ്ഞിട്ട് -4/5 ആയിരിക്കണം. അത് കഴിഞ്ഞ് സൈൻ 2x ചെയ്യുമ്പോൾ 2 sin x × cos x. അപ്പം നമുക്ക് ഇവിടെ ഒരു മൈനസും കൂടെ കൂടുതൽ വരും. അപ്പം -24/25 എന്ന് വരും. ഇനി ടാൻ എക്സ് ഈസ് ഈക്വൽ ടു അതുപോലെ തന്നെ ടാൻ എക്സും സെക്കൻഡ് ക്വാഡ്രന്റിൽ നെഗറ്റീവ് ആണ്. സോ ടാൻ എക്സിന് നമ്മൾ എന്ത് ചെയ്യണം? -3/4 എന്ന് കൊടുക്കണം. അപ്പം ഇതാണ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസിൽ ചോദിക്കാൻ എന്തായാലും ചോദിക്കും എന്നുള്ളൊരു ക്വസ്റ്റ്യൻ. ഇത് നിങ്ങൾ വിട്ട് കളയരുത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ആൻസർ കണ്ടുപിടിച്ചത് നിങ്ങൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്തത് നെക്സ്റ്റ് നമ്മൾ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ 240 ഡിഗ്രി മീൻസ് റേഡിയൻ മെഷറിനേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇത് റേഡിയൻ മെഷർ നമ്മൾ ആ ഒരു റിസൾട്ട് പഠിക്കണം. റേഡിയൻ മെഷർ ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? റേഡിയൻ മെഷർ ഈസ് ഈക്വൽ ടു π/180 × ഡിഗ്രി മെഷർ. π/180 × ഡിഗ്രി മെഷർ. അപ്പോൾ നമുക്കിത് എത്ര കിട്ടും? π/180 × 240 ആണല്ലോ. അപ്പോൾ ഇത് എത്ര വരും? 24π/180
18. 24π/18 എന്ന് പറയുമ്പോൾ എത്രയാണത്? 12. നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് പോവാട്ടോ. 12π ഡിവൈഡഡ് ബൈ 18 എന്ന് പറയുമ്പോൾ 9. 12/9. ഇത് നമുക്ക് ഇനിയും സിംപ്ലിഫൈ ചെയ്യാം. 12/9 എന്ന് പറയുമ്പോൾ പിന്നെ അതിൻ്റെ അത് 3 കോമൺ ആണ് അല്ലേ? അപ്പോൾ 12ൽ എത്ര 3 ഉണ്ട്? 4 ഉണ്ട്. 9ൽ എത്രയുണ്ട്? 3. 4/3 പൈ ആണ് ഈ ഒരു 240 ഡിഗ്രിയുടെ റേഡിയൻ മെഷർ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ആൻസർ. ഇനി അതിൻ്റെ രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ട്രിഗ്നോമെട്രിയുടെ റിസൾട്ട്. sin x പ്ലസ് sin 3x ഡിവൈഡഡ് ബൈ cos 3x പ്ലസ് cos x ഇസ് ഈക്വൽ ടു tan 2x. ഇത് എപ്പോഴും തന്നെ ചോദിക്കുന്ന മോഡൽ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് എന്നത് നിങ്ങൾ എന്തായാലും പഠിച്ചു വെക്കണം കേട്ടോ. ഇതെന്തായാലും ഈ ഒരു എക്സാമിന് ഉണ്ടാകാം. അപ്പം ഇവിടെ നോക്കിയേ, sin a പ്ലസ് sin b ഉണ്ട്, cos a പ്ലസ് cos b മീൻസ് sin x പ്ലസ് sin 3x cos 3x പ്ലസ് cos x. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന റിസൾട്ട് ഇതാണ്, sin a പ്ലസ് sin b ഈസ് ഈക്വൽ ടു. അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് sin x പ്ലസ് sin 3x cos 3x പ്ലസ് cos x. അപ്പോൾ ഇവിടെ ഈ ഒരു റിസൾട്ട് നിങ്ങൾ കാണാതെ പഠിക്കുകയൊന്നും വേണ്ട, ഇത് ക്ലാക്സ് ടേബിളിലുണ്ട്. അപ്പോൾ ക്ലാക്സ് ടേബിളിൽ ഇത് കറക്റ്റ് സെയിം റിസൾട്ട് ആയിരിക്കുകയല്ല കിടക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് അത് കണ്ടുപിടിക്കുന്നത് എന്നുള്ളത് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അത് കാണാത്തവർ ഞാൻ ആ വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അതെടുത്തൊന്ന് കാണുക കേട്ടോ, എങ്ങനെയാണ് ക്ലാക്സ് ടേബിളിൽ നിന്ന് നമുക്ക് ഈ ഒരു റിസൾട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റുക എന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് ഇവിടെ നോക്കി sin x പ്ലസ് sin 3x ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ക്വസ്റ്റ്യൻ അങ്ങനെയാണ് അല്ലേ? അപ്പം അതിൻ്റെ റിസൾട്ട് നമ്മൾ വാല്യൂസ് കൊടുത്ത് നമുക്ക് 2 sin 2x cos x, അത് ഞാൻ ഒന്നാമത്തെ ഇക്വേഷൻ കൊടുത്തു. അടുത്തത് cos 3x പ്ലസ് cos x, ഡിനോമിനേറ്ററിന്റെ വാല്യൂ കണ്ടുപിടിക്കുന്നു. അത് നമുക്ക് 2 cos 2x cos x എന്ന് കിട്ടും. അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻസ് നമ്മൾ പ്രൂഫ് തുടങ്ങുകയാണ് ഇനി. അപ്പം ലെഫ്റ്റ് സൈഡിൽ നിന്ന് തുടങ്ങി റൈറ്റ് സൈഡിൽ എത്തുകയാണ് പ്രൂഫ് അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് LHS എന്ന് പറയുന്നത് ഇതാണ്, sin x പ്ലസ് sin 3x ഡിവൈഡഡ് ബൈ cos 3x പ്ലസ് cos x. അപ്പം നമുക്ക് ഒന്നാമത്തെയും രണ്ടാമത്തെയും ഇക്വേഷനിൽ നിന്ന് sin x പ്ലസ് sin 3x എത്ര കിട്ടിയിട്ടുണ്ട്? 2 sin 2x cos x ഡിവൈഡഡ് ബൈ 2 cos 2x cos x. അപ്പോൾ ഇവിടെ cos x കോമൺ ആണ്. സോ cos x ക്യാൻസൽ ആക്കാം. അതുപോലെ 2 കോമൺ ആണ്, 2 ക്യാൻസൽ ചെയ്തു. ബാക്കി എന്തുണ്ട്? sin 2x ബൈ cos 2x. sin 2x ബൈ cos 2x എന്താണ്? tan 2x ആണ്. അത് നമ്മുടെ റൈറ്റ് മീൻസ് RHS ആണ്. മീൻസ് LHS ഇസ് ഈക്വൽ ടു RHS എന്ന് കിട്ടി. ഹെൻസ് പ്രൂവ്ഡ്. അപ്പോൾ നമ്മുടെ സിമ്പിൾ പ്രൂഫാണ് ഇത്. നിങ്ങൾ എന്തായാലും ചെയ്ത് പഠിക്കണം കേട്ടോ. ഇനി അത് കഴിഞ്ഞിട്ട് അടുത്തൊരു ക്വസ്റ്റ്യൻ പറയുന്നത് മീൻസ് ട്രിഗ്നോമെട്രിയുടെ നമ്മളിപ്പോൾ 2 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. ഇനി ഒരു ക്വസ്റ്റ്യനും കൂടിയുണ്ട്. ഒരു ക്വസ്റ്റ്യൻ ഇവിടെ പറയുന്നത് sin x cos y മൈനസ് cos x sin y ഈസ് ഈക്വൽ ടു sin x മൈനസ് y. ഇത് ക്ലാക്സ് ടേബിൾ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് നോക്കി പഠിക്കുക. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ, ഒന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ യൂസ് ചെയ്തിട്ടാണ് അത് കണ്ടുപിടിക്കേണ്ടത്. sin 15 ഡിഗ്രിയുടെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ sin 15 ഡിഗ്രീനെ നമുക്ക് എങ്ങനെ എഴുതാം? sin 45 മൈനസ് 30 ഡിഗ്രി. അപ്പോൾ sin x മൈനസ് വൈയുടെ റിസൾട്ട് ഇവിടെ ഉണ്ട് അല്ലേ? അപ്പോൾ നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. sin 45 cos 30 മൈനസ് cos 45 sin 30. ഇനി മീൻസ് കാൽക്കുലേറ്റർ, നിങ്ങളുടെ കയ്യിൽ കാൽക്കുലേറ്റർ ഉണ്ട്, കാൽക്കുലേറ്റർ വെച്ച് ഇതിൻ്റെ വാല്യൂ നോക്കാം. sin 45 1/√2 ഇൻറ്റു √3/2 മൈനസ് 1/√2 ഇൻറ്റു 1/2. അപ്പോൾ √3/2 √2 മൈനസ് 1/2 √2. ഡിനോമിനേറ്റർ സെയിം ആണ്. സോ നമുക്ക് എങ്ങനെ എഴുതാം? √3 മൈനസ് 1 ഡിവൈഡഡ് ബൈ 2 √2 എന്ന് എഴുതാൻ പറ്റും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഈ ഒരു ക്വസ്റ്റ്യൻ മീൻസ് കുറേ അധികം ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. തൊട്ട് മുന്നേ നമ്മൾ ഡിസ്കസ് ചെയ്ത സെയിം മോഡൽ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് sin a പ്ലസ് sin b cos a പ്ലസ് cos b റിസൾട്ടാണ്. അപ്പം ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് നമ്മളിവിടെ യൂസ് ചെയ്യുമ്പോൾ മീൻസ് നമുക്ക് എങ്ങനെ കിട്ടും? 2 sin 5x പ്ലസ് 3x ബൈ 2 cos 5x മൈനസ് 3x ബൈ 2 ഡിവൈഡഡ് ബൈ റിസൾട്ട് യൂസ് ചെയ്ത് നമ്മൾ എഴുതുന്നു. ഇനി നമുക്ക് എങ്ങനെ കിട്ടും? 2 sin 4x cos x 2 cos 4x cos x ഈസ് ഈക്വൽ ടു cos x ക്യാൻസൽ ആവും, 2 ക്യാൻസൽ ആവും. ബാക്കി എന്തുണ്ട്? sin 4x ബൈ cos 4x. ആൻസർ എത്രയാണ്? tan 4x. മീൻസ് നമുക്ക് RHS കിട്ടി. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് അതായിരുന്നു, ഈക്വൽ ടു tan 4x എന്നായിരുന്നു പ്രൂവ് ചെയ്യേണ്ടത്. സോ സിമ്പിളായിട്ട് ഇത് പ്രൂഫായി. അപ്പം ഈ ഒരു മോഡൽ ഇപ്പോൾ 2 സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തു. അത് എന്തായാലും നിങ്ങൾ പഠിച്ചു വെക്കുക കേട്ടോ. ഈ ഒരു റിസൾട്ട് ക്ലാസ് ടേബിളിൽ നോക്കി ഈ ഒരു ഇക്വേഷൻസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളത് നോക്കാൻ നിങ്ങൾ മറന്നു പോകരുത്. ഓക്കെ ആണല്ലോ? അപ്പം നമ്മുടെ ആദ്യത്തെ 3 ചാപ്റ്റേഴ്സിൽ നിന്ന് 3 ഇക്വേഷൻസ് വീതം നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി
നാലാമത്തെ ചാപ്റ്റർ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ. എളുപ്പമുള്ള ചാപ്റ്ററാണ്, പക്ഷേ ഭൂരിഭാഗം എല്ലാവർക്കും തന്നെ ലാസ്റ്റ് സ്റ്റെപ്പിലോട്ട് എത്താൻ ചെറിയൊരു പ്രയാസം ഉള്ളതുമാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് 3 ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഈ ഒരു 3 ടൈപ്പ് ക്വസ്റ്റ്യൻ നിങ്ങൾ ശ്രദ്ധിച്ച് പഠിക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇത് നിങ്ങൾക്ക് ചിലപ്പം ഓപ്ഷൻ ക്വസ്റ്റ്യൻ ആയിട്ടായിരിക്കും. ആദ്യത്തെ ഓപ്ഷൻ P(1) ട്രൂ ചെയ്യണം, P(1) ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യണം. അത് കഴിഞ്ഞ് P(k) ട്രൂ ആണെന്ന് അസ്യൂം ചെയ്തിട്ട് Pk+1 പ്രൂവ് ചെയ്യണം. അപ്പോൾ ഇവിടെ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ ഇട്ടേക്കുന്നത് ഇച്ചിരി ഒരു എന്താ പറയുക, എപ്പോഴും തന്നെ വരുന്ന ഒരു ക്വസ്റ്റൻ ആണ്. 1² + 2² + 3² എക്സെട്ര +n² n × n+1 × 2n+1 ഡിവൈഡഡ് ബൈ 6. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, n = 1 പ്രൂവ് ചെയ്യണം അല്ലേ. n = 1 കൊടുക്കുമ്പോൾ LHS എത്ര വരും, 1² എത്ര 1 ആണ്. RHS എന്നിൻ്റെ സ്ഥാനത്ത് എല്ലാം 1 കൊടുത്ത് വാല്യൂ നമ്മൾ നോക്കുമ്പോൾ 2/6 1 കിട്ടും. therefore LHS = RHS എന്ന് വന്നു. ദാറ്റ് ഈസ് P(1) ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്തു. അടുത്ത സ്റ്റെപ്പ് എന്താണ്, Pk ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യണം. അസ്യൂം ചെയ്തിട്ട് ആ ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതണം. ദാറ്റ് ഈസ് 1² + 2² + 3² എക്സെട്ര +4² k² is equal to 4² + k² is equal to k into k+1 into 2k+1 divided by 6. അപ്പോൾ P(k) റിസൾട്ട് ഇതാണ് കേട്ടോ. മീൻസ് k² വരെയുള്ള സം എന്ന് പറയുന്നത് ഇതാണ്. ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് Pk+1 ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യേണ്ടത്. മീൻസ് നമുക്ക് ഏറ്റവും അവസാനം മീൻസ് റൈറ്റ് സൈഡിൽ നിന്ന് തുടങ്ങി n പകരം k+1² തുടങ്ങി ഇവിടെ നമുക്ക് എങ്ങനെ കിട്ടണം, ആ ആൻസർ നമുക്ക് ആദ്യം എഴുതി നോക്കാം. അപ്പോൾ n സ്ഥാനത്ത് എന്ത് വരണം, k+1 വരണം. n+1 അപ്പോൾ എന്ത് വരും, k+1 + 1 k+1 + 1. അടുത്ത് 2n+1 എങ്ങനെ വരും, 2 × k+1 + 1 ഡിവൈഡഡ് ബൈ 6. അപ്പോൾ നമുക്കിവിടെ ഫൈനലി കിട്ടേണ്ട ആൻസർ ഓൾറെഡി നമുക്കിവിടെ എഴുതി നോക്കാൻ പറ്റും അല്ലേ. അപ്പോൾ നിങ്ങളിത് റഫായിട്ടൊന്ന് എഴുതി നോക്കുക, ഇതാണ് നമുക്ക് ഫൈനലിൽ എത്തിക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ തുടങ്ങുകയാണ്. 1² + 2² + 3² എക്സെട്ര k+1² ഈസ് ഈക്വൽ ടു. അപ്പോൾ മീൻസ് കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സമ്മാണ്, k+1 വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സമ്മാണ് അല്ലേ. അപ്പോൾ കോൺസിക്യൂട്ടീവ് ആയതുകൊണ്ട് തന്നെ k+1² തൊട്ട് മുന്നേ ഉള്ള ഇതായിരിക്കും ടേം, അതായിരിക്കും k² ആയിരിക്കും അല്ലേ. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യുന്നു, 1² + 2² എക്സെട്ര k+1² ഓക്കെ ആണല്ലോ. ഇനി k² വരെയുള്ള ഇവിടം വരെയുള്ളതിൻ്റെ സമ്മ എന്താണെന്ന് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. എന്താണ്, k × k+1 × 2k+1 ഡിവൈഡഡ് ബൈ 6 k+1² അല്ലേ. അപ്പോൾ ഇവിടെ കാരണം കൂടി എഴുതണം. P(k) എന്ന് പറയുന്നത് ട്രൂ ആയതുകൊണ്ടാണ് നമുക്കത് അങ്ങനെ എഴുതാൻ പറ്റിയത് അല്ലേ. ഇനി നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇനി നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ രണ്ട് ടേംസ് ഇത് തമ്മിൽ നമ്മൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാണ്. അപ്പം k+1² എങ്ങനെ വരും, k+1² നമുക്ക് k+1² / 1 എന്ന് എഴുതാം. അപ്പോൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ വരുമ്പം k × k+1 × 2k+1 × 1 അതെന്ത് വരും, k × k+1 × 2k+1 പ്ലസ് ബാക്കി 6 × k+1² ഡിവൈഡ് 6. ഇനി നമ്മൾ ചെയ്യുന്നത് ഈ ഓരോ ടേമിലും k+1 കോമൺ ആണ് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, k+1 പുറത്തെടുത്തു. കാരണം നമുക്ക് ഫൈനലി കിട്ടേണ്ട ആൻസർ എങ്ങനെയായിരുന്നു, k+1 × k+1 + 1 × 2 × k+1 + 1 ഡിവൈഡഡ് ബൈ 6 ആണ് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, എല്ലാത്തിലും എന്ത് ഉണ്ട്, k+1 ഉണ്ട്. മീൻസ് ഈ ടേമിൽ ഈ ഒരു k × k+1 × 2k+1 k+1 ഉണ്ട്, 6 × k+1² k+1 ഉണ്ട്. സോ ആ രണ്ട് ടേമിൽ നിന്നും k+1 പുറത്തെടുത്തു. ആദ്യത്തെ ടേമിൽ നിന്ന് k+1 പുറത്തെടുക്കുമ്പോൾ ബാക്കി എന്തുണ്ട്, k × 2k+1 പ്ലസ് 6 × k+1. കാരണം ഇവിടെ നിന്ന് k+1 എടുക്കുമ്പോൾ ബാക്കി 6 × k+1 ഡിവൈഡഡ് ബൈ 6. ഇനി ഇവിടെ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ k+1 ഇവിടെ നമ്മളൊന്ന് ബ്രാക്കറ്റ് എല്ലാം ഓപ്പൺ ചെയ്യാണ്. 2k × k 2k² പിന്നെ k × 1k പ്ലസ് 6k എത്ര വരും, 7k
പ്ലസ് 6 ഇൻറ്റു 1 6 ഡിവൈഡഡ് ബൈ 6. ഇനി ഇതെങ്ങനെയാണ് ഡയറക്റ്റ് നമുക്കിനി എന്ത് ചെയ്താൽ മതി, നമ്മുടെ ഫൈനൽ ആൻസർ അറിയാം. ഇത്രയും സ്റ്റെപ്പ് നമ്മൾ എഴുതിയും വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്ന് എഴുതാം, മീൻസ് ഫൈനൽ ആൻസർ ഡയറക്റ്റ് എഴുതാം. അല്ലാതെ ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ k ഈസ് ഈക്വൽ ടു, ഇവിടെ ഞാൻ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യുന്നത് -b + or -√b² - 4ac യൂസ് ചെയ്തിട്ട് k ഈക്വൽ ടു എനിക്ക് 3/2 -2 -3/2 -2 എന്നുള്ളത് കിട്ടി. മീൻസ് k ഈസ് ഈക്വൽ ടു -3/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ k + 3/2, k ഈക്വൽ ടു -3/2 എന്ന് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ k + 3/2 ഈസ് ഈക്വൽ ടു 0 എന്ന് എഴുതാം അല്ലേ. k + 3/2 ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2k + 3 ഈസ് ഈക്വൽ ടു 0, 2k + 3 ഈസ് ഈക്വൽ ടു 0, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. അപ്പം അതുപോലെ തന്നെ k ഈക്വൽ ടു -2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ k + 2 ഈസ് ഈക്വൽ ടു 0 എന്ന് എഴുതാം. അപ്പം ഇവിടെ ഞാൻ എന്ത് ചെയ്തു, ആ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എങ്ങനെ എഴുതി, k + 1 ഓൾറെഡി ഇവിടെയുണ്ട്, ബാക്കി 2k² + 7k + 6 എങ്ങനെ എഴുതാം, k + 2 ഇൻറ്റു 2k + 1. അപ്പോൾ k + 2 ഇവിടെ k + 2 ഇൻറ്റു 2k + 3 ഡിവൈഡഡ് ബൈ 6. ഇനി എന്ത് ചെയ്തു, ഇതിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതി, മീൻസ് നമുക്ക് കിട്ടേണ്ട പോലെ എഴുതി. 2നെ എങ്ങനെ എഴുതാം, 1 + 1. അപ്പോൾ k + 1 ഇൻറ്റു k + 1 + 1 പ്ലസ് 2k + 3നെ എങ്ങനെ എഴുതാം, 2k + 2 + 1. ഇനി ഈ രണ്ട് ടേംസിൽ നിന്നും 2 പുറത്തെടുക്കുന്നു. അപ്പോൾ എങ്ങനെ വരും, k + 1 ഇൻറ്റു k + 1 + 1 ഇൻറ്റു 2 ഇൻറ്റു k + 1 + 1 ഡിവൈഡഡ് ബൈ 6. മീൻസ് നമുക്ക് കിട്ടേണ്ട ആൻസർ കിട്ടി. therefore p of k + 1 ട്രൂ ആണെന്ന് കിട്ടി. therefore p of n is true for all natural numbers. അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ for all n belongs to n prove that 1/2 + 1/4 + 1/8 + 1/2 raised to n equal to 1 - 1/2 raised to n. അപ്പോൾ ഇത് തന്നെ എക്സാമിന് വരുമെന്നല്ല, ഇത് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഇനി മാത്തമാറ്റിക്കൽ ഇൻഡക്ഷനിൽ നിന്ന് വരുന്നത് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതൊന്ന് നമുക്ക് നോക്കാം. n = 1 നമ്മൾ പ്രൂവ് ചെയ്യാൻ പോവാണ്. LHS നോക്കി n-ന് 1 കൊടുത്തു, അപ്പോൾ 1/2 എന്ന് വന്നു. RHS കൊടുക്കുമ്പോൾ 1 - 1/2 ഈക്വൽ ടു 1/2, മീൻസ് LHSും RHSും ഈക്വൽ ആണ്. സോ p of 1 ട്രൂ ആണെന്ന് കിട്ടി. ഇനി നമ്മൾ p of k ട്രൂ ആണെന്ന് അസ്യൂം ചെയ്തു, മീൻസ് ആ സ്റ്റേറ്റ്മെന്റ് എഴുതണം. എന്നിട്ട് ഇതാണ് കേട്ടോ കറക്റ്റ് സ്ട്രക്ചർ ഇതിന്റെ പ്രൂഫിന്റെ. അപ്പോൾ 1/2 + 1/4 + 1/8 + etc. + 1/2 raised to k ഈക്വൽ ടു 1 - 1/2 raised to k എന്ന് എഴുതാം. ഇനി നമുക്ക് p of k + 1 ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു, 1/2 + 1/4 + 1/8 പ്ലസ് എക്സെട്ര പ്ലസ് n-ന് പകരം എന്ത് കൊടുത്തു, 1/2 raised to k + 1 കൊടുത്തു. നമുക്ക് കിട്ടേണ്ടത് എങ്ങനെയാണ്, 1 - 1/2 raised to k + 1 എന്ന് കിട്ടണം. അതിന് വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ കോൺസിക്യൂട്ടീവ് ആയിട്ട് ഇങ്ങനെ പോകുമ്പോൾ 1/2 raised to k + 1ന് തൊട്ട് മുന്നിലുള്ളത് ആരായിരിക്കും, 1/2 raised to k ആയിരിക്കും അല്ലേ. അപ്പോൾ നമ്മളിവിടെ മീൻസ് ഇത് 2 ആണ്, ഇത് 2² ആണ്, ഇത് 2³ ആണ്. അപ്പോൾ 2 raised to k + 1ന് തൊട്ട് മുന്നേ ഉള്ളത് ആരാണ്, 2 raised to k ആണ്. അപ്പോൾ ഇതെങ്ങനെ എഴുതാം, 1/2 + 1/4 + 1/8 + എക്സെട്ര + 1/2 raised to k plus 1/2 raised to k plus 1. ഇതിൻ്റെ അകത്തും എന്താണ്, ഈ 1/2 raised to k വരെയുള്ള സമ്മേഷൻ എന്ന് പറയുന്നതിൻ്റെ റിസൾട്ട് നമ്മുടെ കയ്യിലുണ്ട്. എന്താണ്, 1 - 1/2 raised to k plus 1/2 raised to k plus 1. ഇത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിന് ഞാനൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതാണ്. മീൻസ് ഈ പ്ലസ് ടേം ആദ്യം കൊണ്ടുവരുന്നു, മൈനസ് രണ്ടാമത്തേന് പോകുന്നു. മീൻസ് 1 + 1/2 raised to k plus 1 - 1/2 raised to k. ഇനി ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ, ഈ രണ്ട് ടേംസ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാണ്. അപ്പോൾ എന്ത് വരും, 1 + 1 into 2 raised to k, 2 raised to k minus 2 raised to k plus 1 divided by 2 raised to k into 2 raised to k plus 1. ഇതെങ്ങനെ വരും, 1 plus ഇതിൻ്റെ അകത്ത് രണ്ടെണ്ണത്തിലാണ് എനിക്ക് 2 raised to k കോമൺ എടുക്കാം. 2 raised to k into 1 minus 2 divided by 2 raised to k into 2 raised to k plus 1. 2 raised to k 2 raised to k ക്യാൻസൽ ആയി, ബാക്കി എന്തുണ്ട്, 1 minus 2 minus 1. അപ്പോൾ 1 minus 1/2 raised to k plus 1 എന്ന് കിട്ടി. മീൻസ് നമുക്ക് കിട്ടേണ്ട ആൻസർ കിട്ടി അല്ലേ. therefore p of k plus 1 ട്രൂ ആണെന്ന് കിട്ടി. therefore p of n is true for all natural numbers. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോക്കി വെക്കുക കേട്ടോ, ചോദിക്കാം, പഠിക്കുക കേട്ടോ. അടുത്തത് വേറൊരു ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ ആണ്. പോസിറ്റീവ് ഇൻഡിജർ n-നെ, എല്ലാ പോസിറ്റീവ് ഇൻഡിജർ n-നും നമുക്ക് 7 raised to n minus 3 raised to n ഡിവിസിബിൾ ബൈ 4 ആണ് പ്രൂവ് ചെയ്യണം. അപ്പോൾ അത് വേണ്ടിയിട്ട് എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ നമ്മൾ ആദ്യം സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എഴുതുകയാണ്. p of n എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് 7 raised to n minus 3 raised to n ഡിവിസിബിൾ ബൈ 4. അപ്പോൾ നമുക്ക് p of 1
1 ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യണം അല്ലേ. അപ്പം ഈ ഡിവിസിബിൾ ബൈ 4 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ, 7n - 3n നമുക്ക് 4ന്റെ മൾട്ടിപ്പിൾ ആയിട്ട് എഴുതാൻ പറ്റും. 4d അല്ലെങ്കിൽ 4d1 എന്ന് എഴുതാൻ പറ്റും അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ P(1) നമ്മൾ നോക്കുന്നു, എന്നിന് പകരം 1 കൊടുക്കുന്നു. അപ്പോൾ 7 - 3 4. 4 ഡിവിസിബിൾ ബൈ 4 ആണല്ലോ. സമം നമ്മുടെ റിസൾട്ട് P(1) ഈസ് ഡിവിസിബിൾ ബൈ 4. ദാറ്റ് ഈസ് P(1) ട്രൂ ആണെന്ന് കിട്ടി. ഇനി അടുത്തത് അസ്യൂം P(k) ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യുക. മീൻസ് അസ്യൂം ചെയ്തു. അറ്റ് ഈസ് P(k) എങ്ങനെ എഴുതാം, 7k - 3k ഈസ് ഡിവിസിബിൾ ബൈ 4. ഡിവിസിബിൾ ബൈ 4 എന്ന് പറഞ്ഞാൽ ഈ 7k - 3k എങ്ങനെ എഴുതാം, ഈക്വൽ ടു 4d എന്ന് എഴുതാം. ഒരു ഇൻറ്റിജർ, ഇത് d അല്ലെങ്കിൽ നിങ്ങൾക്ക് c ചൂസ് ചെയ്യാം, ഏത് നമ്പർ വേണമെങ്കിലും ചൂസ് ചെയ്യാം ഇൻറ്റിജർ ആയിട്ട്. d എന്ന് പറയുന്ന ഒരു ഇൻറ്റിജർ ആണ് കേട്ടോ. ഇനി നമുക്ക് k+1 ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് തുടങ്ങുകയാണ്. ലെഫ്റ്റ് സൈഡിൽ നിന്ന് എന്നിന് പകരം k+1 കൊടുക്കുകയാണ്. അപ്പോൾ 7k+1 - 3k+1. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ എല്ലാ ഇതിനും സെയിം ആണ് കേട്ടോ. മീൻസ് 7k+1 മൈനസ് ഇവിടെ 7ഉം 3ഉം ആയതുകൊണ്ട് 7 × 3k പ്ലസ് 7 × 3k മീൻസ് ഒരു 7 × 3k മൈനസ് ചെയ്യുമ്പോൾ അത് തന്നെ ആഡ് ചെയ്യുന്നു. അപ്പം 7 × 3k പ്ലസ് 7 × 3k മൈനസ് 3k+1. ഇനി ഈ രണ്ട് ടേമിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, 7 പുറത്തെടുക്കുന്നു. അപ്പോൾ 7 × 7k മൈനസ് 3k പ്ലസ് 3k × 7 - 3. ഇനി എന്താ ചെയ്യുന്നത്, 7 × 7k മൈനസ് 3k പ്ലസ് ഇതെങ്ങനെ 7 - 3 എത്രയാണ്, 4 × 3k. ഇതെന്താണ്, 7k മൈനസ് 3k. നമ്മുടെ ഒന്നാമത്തെ ഇക്വേഷൻ എന്തായിരുന്നു, ഒന്നാമത്തെ ഇക്വേഷൻ 4d അല്ലേ. അപ്പോൾ നമുക്ക് ഇതെന്ത് വരും, 7 × 4d പ്ലസ് 4 × 3k. അതെന്താണ്, കാരണം 7k മൈനസ് 3k നമ്മൾ ഒന്നാമത്തെ ഇക്വേഷനിൽ 4d എന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി രണ്ട് ടേമിൽ നിന്ന് 4 കോമൺ എടുക്കുന്നു. അപ്പോൾ 4 × ഒരു ഇൻറ്റീജർ എന്ന് കിട്ടും അല്ലേ. d ഒരു ഇൻറ്റീജർ ആണ്, 3k. അപ്പോൾ 7d പ്ലസ് 3k ഒരു ഇൻറ്റീജർ ആണ്. അപ്പോൾ 7k+1 മൈനസ് 3k+1 എന്ന് പറയുന്നത് 4 that is it is divisible, that is നമുക്ക് 7k+1 മൈനസ് 3k+1 is equal to 4 into an integer കിട്ടും. that means it is divisible by 4. therefore P(k+1) ട്രൂ ആണ്. therefore P(n) is true for all natural numbers എന്ന് കിട്ടും. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ഒരു 4 ചാപ്റ്റേഴ്സിന് 3 ക്വസ്റ്റ്യൻസ്, ഈ 3 ക്വസ്റ്റ്യൻസ് ഓരോ ചാപ്റ്ററിൽ നിന്നുള്ള ഈ 3 ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇംപ്രൂവ്മെൻറ്റ് എക്സാം, മാത്സിൻ്റെ ഇംപ്രൂവ്മെൻറ്റ് എക്സാം നല്ല മാർക്കിൽ സ്കോർ ചെയ്യാൻ പറ്റും, നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നന്നായിട്ട് കോൺഫിഡൻസിൽ ഇരുന്ന് പഠിക്കുക കേട്ടോ.